ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഇന്നൊരു പുട്ടിൻ്റെ പരിപാടിയാണ്. എന്നാ പുട്ടാണെന്നല്ലേ? നമ്മുടെ ഇടിച്ചക്ക പുട്ട്. ഇന്നലെ ഇടിച്ചക്ക തോരനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഇത്തിരി എടുത്ത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടുണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ മുഴുവൻ തോരൻ വെച്ചില്ലായിരുന്നേ. എന്നാൽ പിന്നെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരുപാട് പുട്ടുണ്ടാക്കിയില്ല, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരിപ്പൊടിക്കകത്തോട്ടുണ്ടല്ലോ ബാക്കി വെച്ചിരുന്ന നമ്മുടെ ചക്ക, ഇടിഞ്ചക്ക വേവിച്ചൊക്കെ വെച്ചിരുന്നതാണ്. ഇന്നലെ അതെല്ലാം കാണിച്ചിരുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. അതുകൂട്ട് കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒന്നും കൂട്ടേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്തോട്ട് കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടിയും ഈ ചക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. അതിനു മുമ്പ് ഇത്തിരി ഉപ്പും കൂടെ, അത് ഒരുപാട് വേണ്ട, അരിപ്പൊടിക്കുള്ള ഉപ്പ് മാത്രം മതി. കാരണം ചക്ക നമ്മൾ വേവിക്കാൻ നേരത്ത് നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചതല്ലേ. അപ്പോൾ ഏകദേശം നമ്മളൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു അരിപ്പൊടിയും നമ്മുടെ ചക്കയും കൂടെ കൂട്ടിയിട്ട്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ഒറ്റക്കറക്ക് ഒന്ന് കറക്കി എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതാ ഈ പരുവത്തിലേക്ക് കിട്ടും. നോക്കുമ്പോൾ ഒരുപാട് കട്ടയുണ്ടെന്നൊന്നും കുഴപ്പമില്ല. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. നന്നായിട്ടൊന്ന് എന്താ പറയുക, മറ്റേ പുട്ടിന് നമ്മൾ നനയ്ക്കണ്ട, നമ്മൾ ആ ഉടച്ചെടുക്കുന്ന പോലെ തന്നെ ആ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി അത് നമ്മുടെ കട്ടകളെല്ലാം മാറ്റിയിട്ടുള്ളതല്ലേ. നമ്മുടെ പുട്ടുപൊടി നനച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വേഗം ഇത്തിരി തേങ്ങയൊക്കെ ചിരവി നമ്മുടെ പുട്ടുകൂടത്തിൻ്റെ അകത്തോട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ചിരട്ടപ്പുട്ടിൻ്റെ വെക്കുന്നെങ്കിൽ അങ്ങനെയോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇത്തിരി തേങ്ങയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് എടുക്കുക. സാധാരണ പോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കുക, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ചക്കയാന്ന് പറയത്തേയില്ല, ഒരു വെറൈറ്റിയാണ് കേട്ടോ. ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവാം. ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് കാണിക്കണം എന്ന് വന്നിട്ട് കാണിച്ചതാണ്. അടിപൊളി ടേസ്റ്റാണ്. എന്നും ഞാൻ ഈ പുട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇടുമെന്നും പറഞ്ഞുകൊണ്ട് പൊട്ടി അങ്ങ് പോവാറാണ് പതിവ് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ അതിനോട് എന്തോ ശത്രുതയുള്ള പോലെ ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാ എനിക്കിഷ്ടം പുട്ടും പഴവുമാണ്. അത് എന്ത് തരം പുട്ടാണെങ്കിലും ഇങ്ങനെയാണ്. പിന്നെ പുട്ടും ചിക്കനും ഒക്കെ ആണെങ്കിലും നല്ല രസമായിരിക്കും. നമ്മുടെ ചക്കയല്ലേ, ഇടിഞ്ചക്കയല്ലേ. അപ്പോൾ പുട്ടും ചിക്കനും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റാ.